ഹലോ എവ്രി വൺ, വെൽക്കം ടു DR വ്ലോഗിംഗ് സീരീസ്. ഷെയ്ഖ്സാർ റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ഏറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഇൻസൈഡ് ടൂർ നടത്താൻ പോവുകയാണ്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടുത്തെ കാർ പാർക്കിംഗ് ആണ്, വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ആണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇച്ചിരി നേരത്തെ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ താമസിച്ച് വന്നതുകൊണ്ടോ കുഴപ്പമില്ല, ടിക്കറ്റ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നാൽ മതി. എനിക്ക് 5 മണിക്കാണ് ടൈമിംഗ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എത്തിയത് 4 മണിയായപ്പോഴാണ്. അവരോട് ചോദിച്ചു നേരത്തെ വന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, കുഴപ്പമില്ലെന്ന് ആണ് പറഞ്ഞത്. ടിക്കറ്റ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ കാറിന് വരാം, അതല്ലെങ്കിൽ മെട്രോയ്ക്ക് വരാം. വെയിൽ ട്രേഡ് മെട്രോ സ്റ്റേഷനാണ് എക്സാക്റ്റ് മെട്രോ സ്റ്റേഷൻ. ഈ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ ഇൻസൈഡ് വ്യൂ. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു ഇൻറ്റീരിയർ കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു വൈറ്റ് കളറാണ്. ഫ്രണ്ടിലൊരു കഫേ പോലുണ്ട്, ഫുള്ള് എഴുതി വെച്ചിരിക്കുകയാണ് അറബിക് ലെറ്റേഴ്സ്. 1024 ഇതുപോലത്തെ കാലിഗ്രഫി എഴുതപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദിൻ്റെ കവിതയിൽ നിന്നുള്ള കോഡ്സാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒന്നെങ്കിൽ എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് കയറാൻ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ടിക്കറ്റ് സ്കാൻ ചെയ്ത് വേണം ഉള്ളിലോട്ട് കയറാൻ. ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുള്ള ടിക്കറ്റ് നമുക്കിവിടെ സെൽഫ് സ്കാൻ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഓൺലൈൻ എടുത്തുള്ള ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു റിസ്റ്റ് ബാൻഡ് കിട്ടും. ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ക്യൂവിൽ വെയിറ്റ് ചെയ്യണം. ഒറ്റ സ്ലോട്ടിൽ തന്നെ ഒരു 40-50 പീപ്പിൾ ഉള്ളിലോട്ട് പോകും. And today we will take you to our orbital space station hall, where you can start your first journey at our recruitment center. In a few moments, our digital avatar Aya will give you a brief about your journey, so please pay attention to the screen. Are you guys excited? Yes! I like that. Enjoy! Assalamu alaikum. Greetings everyone. My name is Aya. നമ്മളിനി 2071 എങ്ങനെയാണോ അതിലോട്ടാണ് പോകാൻ പോകുന്നത്. Are you ready, guys? Yes.
നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെൻറ്ററിലെ 2071 കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ സ്പേസ് പ്രോഗ്രാമിനെ പറ്റിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സെഷൻ കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത ഇതിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സോഫാർ കണ്ടു. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. ഭവിഷ്യത്തിൻ്റെ ടൈം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. മോർണിംഗ് 10 to 6 o'clock ആണ്. നമ്മളിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. മൊത്തം 7 നില കെട്ടിടത്തിൻ്റെ ഉയരമാണ് ഈ ബിൽഡിങ്ങിനുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂണുകളില്ലാത്തൊരു ബിൽഡിംഗ് കൂടിയാണിത്. 2071 ദുബൈയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മുഴുവൻ ഫ്ലൈയിങ് കാഴ്സും ടെക്നോളജി അഡ്വാൻസ്മെൻറ്റും എല്ലാം 2071 ടോട്ടലി 4 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. നമ്മളിപ്പോൾ 2ാം ചാപ്റ്ററിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ ഫോറസ്റ്റ് ആണ് നമ്മൾ മുന്നിൽ കാണുന്നത്. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതെന്താണ് ഈ കുപ്പിക്കകത്തെല്ലാം വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതൊരു DNA ലൈബ്രറിയാണ് ഈ ഒരു സെഷന്. DNA എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഉണ്ട്, മൃഗങ്ങളുടെ ഉണ്ട്, ചെടികളുടെ ഉണ്ട്, അതുപോലെ പ്രാണികളുടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു DNA ഉപയോഗിച്ചിട്ട് ഇപ്പം ഈ ആമസോൺ കാടുകളിലൊക്കെ എന്തെങ്കിലും തീയൊക്കെ കത്തുകയാണെങ്കിൽ അതേ DNA ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും പുനർസൃഷ്ടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എക്സ്പീരിയൻസ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലെ. ഫ്യൂച്ചർ കാഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഔഡി കാറിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡ്രോൺസ്, ഫ്ലൈറ്റ്, ഇത് ഓൾറെഡി നമുക്കിപ്പം കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. പേര് ഞാനങ്ങ് ഓർക്കുന്നില്ല. നമുക്കിപ്പോൾ ദുബൈയുടെ പല ഭാഗത്തും ഇങ്ങനെ ജെറ്റ്മാൻ ഇങ്ങനെ പറന്നു പോകുന്നതാണ്. ഫ്യൂച്ചർ സ്കൂൾ ബസ്സാണ്. സ്കൂൾ ബസ്സല്ല, കൂൾ ബസ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ബസ് സൈക്കിളാണ്. ഇതുണ്ട്, അതിന് റിമ്മില്ലാത്ത ഒരു സൈക്കിളാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള റോബോട്ടിക് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. 6 വർഷം എടുത്തിട്ടാണ് ഇതിൻ്റെ മുഴുവൻ പണിയും പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ടൈമിങ് മോർണിംഗ് 10 to ഈവനിങ് 6 o'clock ആണ്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 2 hours എടുക്കും അത്യാവശ്യം എല്ലാം ഒന്ന് കണ്ടുവരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പം ഒരു കാരണവശാലും 5 മണിക്ക് ടിക്കറ്റ് എടുക്കില്ല, ഒരു 4 മണിയാകുമ്പോഴെങ്കിലും ടിക്കറ്റ് എടുക്കണം. ഈ ഒരു കാണുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ ഏറ്റവും ടോപ്പിലെത്തുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലോറിലോട്ടാണ് പോകുന്നത്. ഫ്യൂച്ചർ ഹീറോസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് കിഡ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇതാണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോവാണ്.
ബ്രിക്സ് ബ്രിക്സ് ഇതിൽ കനമൊന്നുമില്ല. ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് പറയുവാണ്. ഇപ്പം നേരെ മുന്നിൽ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അതിൻ്റെ അടിയിലൊരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ പുറത്തുള്ളൊരു വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു ബാക്ക് സൈഡ് വരണം. അതായത് നമ്മൾ പാർക്കിങ്ങിലോട്ട് കയറുന്ന എൻട്രൻസിൽ തന്നെ വരണം. അപ്പോൾ അവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ മുന്നിൽ കാണുന്ന എമിറേറ്റ്സ് ടവർ പാർക്കിംഗ് ഉണ്ട്. അവിടെ ഒരു 2 hours നിങ്ങൾക്ക് ഫ്രീ പാർക്കിംഗ് കിട്ടും. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത് എമിറേറ്റ്സ് ടവറിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല കിടിലൻ ഒരു വ്യൂ ആണ് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൻ്റെ. നൈറ്റിലുള്ള വ്യൂവും ഡേയിലുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ വരുമ്പം 2 മണിക്കൂർ മുമ്പായിട്ട് വരിക. മാക്സിമം ടൈമിങ് നമുക്കിവിടെ അലോ ചെയ്തിട്ടുള്ളത് 6 o'clock വരെയാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു 4 മണിക്ക് അല്ലെങ്കിൽ ഒരു 3 മണിക്ക് തന്നെ വരിക. ഒരിക്കലും 5 മണിക്ക് ശേഷമുള്ള ടിക്കറ്റ് എടുക്കാതിരിക്കുക. ഒരു 2 hours നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു കിടിലൻ വ്യൂ ഉണ്ട്, അത് നിങ്ങൾ മിസ്സാക്കില്ല. നല്ലപോലെ നിങ്ങളത് ആസ്വദിക്കണം. നല്ല കിടിലൻ ഒരു എന്താണ് പറയുക, ഷേഖ് സാറിനോട് ഒരു വ്യൂ ആയിരിക്കും ഐ കൂടെ കിട്ടുന്നത്. വീണ്ടും നല്ല നല്ല വീഡിയോയിലും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. സി ഓൺ നെക്സ്റ്റ് വീഡിയോ.